ഏരിയ 51 അല്ലെങ്കിൽ ഏരിയ 51 ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലം. പലർക്കും ഇങ്ങനെയൊരു സ്ഥലത്തെപ്പറ്റി അറിയാമായിരിക്കും. എന്നാൽ ഈ സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട്. അഭ്യൂഹങ്ങൾ നിറഞ്ഞ ഒരിടം, രഹസ്യങ്ങളുടെ കൂമ്പാരം, അന്ധവിശ്വാസങ്ങളുടെ താഴ്വര, ഇങ്ങനെയൊക്കെ ഈ ഏരിയയെ വിശേഷിപ്പിക്കാം. ഏരിയ 51നെ പറ്റി ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പലതരം ചോദ്യങ്ങൾ, പലതരം സംശയങ്ങൾ. എന്നാൽ ഇവയിൽ ഭൂരിഭാഗങ്ങൾക്കും ഉത്തരമില്ല. അതെന്താണ് അങ്ങനെ? പരിസരവാസികൾക്ക് പോലും ഏഴയലത്ത് പ്രവേശനമില്ലാത്ത ഇവിടെ എന്ത് നിഗൂഢതകളാണ് ഉള്ളത്? ഏരിയ 51നെ പറ്റി പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്നാമത്തേത്, എന്താണ് ഏരിയ 51? 2, ഏരിയ 51ഉം അന്യഗ്രഹ ജീവികളുമായി എന്താണ് ബന്ധം? അമേരിക്കക്കാർ ചന്ദ്രനിൽ കാലുകുത്തിയതും ഏരിയ 51മായി എന്താണ് ബന്ധം? ആദ്യമേ നമ്മൾക്ക് ഏരിയ 51 എന്താണെന്ന് നോക്കാം. ഏരിയ 51 എന്ന് പറയുന്നത് US-ലെ നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യമായ സൈനിക താവളമാണ്. നവേദ മരുഭൂമിയിലെ പരന്ന ഒരു സ്ഥലം. അതിനെ അമേരിക്ക പല ഏരിയസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏരിയ 1, ഏരിയ 2, ഏരിയ 3. അതിൽ ഒന്ന് മാത്രമാണ് ഈ ഏരിയ 51. ഏരിയ 51 എന്ന പ്രദേശത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും അങ്ങനെ ആർക്കും പൂർണ്ണമായും അറിയില്ലെങ്കിലും അമേരിക്കൻ എയർഫോഴ്സിന്റെ പരീക്ഷണങ്ങളും പരീക്ഷണ പറക്കലുകളും നടക്കുന്ന സ്ഥലമാണ്. അമേരിക്കയുടെ പല ടെക്നോളജിക്കലായിട്ടുള്ള പരീക്ഷണങ്ങളും നടക്കുന്നത് ഇവിടെയാണ്. അടുത്തതായി നമ്മൾക്ക് അമേരിക്ക ചന്ദ്രനിൽ കാലുകുത്തിയതും ഏരിയ 51ഉം ആയി എന്ത് ബന്ധമെന്ന് നോക്കാം. ചന്ദ്രനിൽ മനുഷ്യർ കാലുകുത്തിയെന്നും ഇല്ലെന്നുമുള്ള 2 വാദങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. 1960 ജൂലൈ 20-നാണ് നീൽ ആംസ്ട്രോങ്, ബസ് ആൾഡ്രിൻ എന്ന അമേരിക്കക്കാർ ചന്ദ്രനിൽ ഇറങ്ങിയത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധകാലത്താണ് അപ്പോളോ 11 ദൗത്യം നടക്കുന്നത്. 2 വൻ ശക്തികളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഈ സമയത്ത് വളരെ വലിയ മത്സരത്തിലായിരുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് നിർമ്മിക്കുന്നതിലും ടെക്നോളജി വികസിപ്പിക്കുന്നതിലും അവർ തമ്മിൽ മത്സരിച്ചു. ഈ കാലയളവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും ബഹിരാകാശ പര്യവേഷണത്തിൽ വൻ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനുമായുള്ള മത്സരത്തിലുമായിരുന്നു. USSRന്റെ മുൻപിൽ വിജയിക്കുവാനായി അമേരിക്കക്കാർ നടത്തിയ ഒരു നാടകമാണ് അപ്പോളോ 11 മിഷൻ എന്ന് നമ്മൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്ന ധാരാളം ചിത്രങ്ങൾ ഏരിയ 51 എന്ന പ്രദേശത്തിൽ സെറ്റിട്ട് ചിത്രീകരിച്ചതാണെന്നും പറയുന്നു. അതിനവർ പറയുന്ന കാരണങ്ങൾ പലതാണ്. അപ്പോളോ 11 മിഷനും വളരെ മുൻപേ തന്നെ USA ഗവൺമെന്റ് ടെക്നോളജിപരമായി പല പരീക്ഷണം നടത്തിയിരുന്ന സ്ഥലമാണ് ഈ ഏരിയ 51. ചന്ദ്രയാത്രയോടനുബന്ധിച്ച് ധാരാളം പരീക്ഷണങ്ങളും ഇവിടെ നടന്നു. അമേരിക്കയുടെ ഈ നാടകം ആരും ഒരിക്കലും കണ്ടുപിടിക്കാതെ ഇരിക്കാനാണ് ഇവിടെ ആർക്കും പ്രവേശനമില്ലാത്തതെന്നും പറയുന്നു. എന്തു തന്നെയായാലും 1969 ചന്ദ്രനിൽ അപ്പോളോ 11 വിജയകരമായി ഇറക്കിയതിന് ശേഷം USSRന്റെ മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിഗൂഢതയാണ് ഏരിയ 51ഉം അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ബന്ധം. ഏരിയ 51ൽ അന്യഗ്രഹ ജീവികളെ വെച്ച് അമേരിക്കൻ ഗവൺമെന്റ് പഠനങ്ങൾ നടത്തുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? എന്നാൽ ഏരിയ 51 അന്യഗ്രഹ ജീവികളെയും തമ്മിൽ കോർത്തിണക്കിയുള്ള കഥകൾ പ്രചരിച്ചത് ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രധാന സംഭവത്തിന് ശേഷമാണ്. ഒരിക്കൽ ഏരിയ 51 എന്ന പ്രദേശത്തിന് അടുത്തുകൂടി 2 പേർ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ കണ്ടു ആകാശത്ത് നിന്ന് എന്തോ വലുപ്പമുള്ള ഒരു വസ്തു കത്തി താഴെ വീഴുന്നതായി. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ എയർഫോഴ്സ് ഒരു ട്രക്കിൽ എന്തോ ഒരു വലിയ സാധനം അവിടുന്ന് എടുത്തുകൊണ്ട് ഏരിയ 51ന്റെ ദിശയിലേക്ക് പോകുന്നത് കണ്ടു. കാഴ്ച കണ്ടു നിന്നവർ അതൊരു അന്യഗ്രഹ പേടകമായിരുന്നു എന്ന് പ്രചരിപ്പിച്ചു. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സ് ഒരു പുതിയ ചാരവിമാനം പണിതെടുത്തു. CIA A2 എന്ന ചാരവിമാനമായിരുന്നു അത്. അതുവരെ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമായിരുന്നു ആ ചാരവിമാനത്തിൻ്റെത്. അത് കണ്ടാൽ ആർക്കും തോന്നുമായിരുന്നു അതൊരു അന്യഗ്രഹ പേടകമാണെന്ന്. പുറത്തെവിടെയോ പണി കഴിപ്പിച്ചു അത് വലിയൊരു ട്രക്കിൽ കയറ്റുകയായിരുന്നു അന്ന് അമേരിക്കൻ എയർഫോഴ്സ് അത് ഏരിയ 51ലേക്ക് കൊണ്ടുവന്നത്. എന്തോ ഒരു വലിയ വസ്തു കത്തി വീണതും എയർഫോഴ്സ് ട്രക്കിൽ വലിയ സാധനം കൊണ്ടുപോകുന്നതും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ കണ്ടുനിന്നവർ ഉറപ്പിച്ചു അത് അന്യഗ്രഹ പേടകം തന്നെ. അപ്പോൾ എന്തായിരിക്കാം ആ കത്തി വീണത്?
ഏരിയ 51 പ്രദേശത്ത് ഒരുപാട് വെതർ ബലൂൺസ് ഇങ്ങനെ പാറി നടക്കും. അതിലെല്ലാം തന്നെ ന്യൂക്ലിയർ ഡിറ്റക്ടർ ഘടിപ്പിച്ചതാണ്. ഇതിലൊരു വെതർ ബലൂണാണ് അന്ന് കത്തി വീണത് എന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിന്നീട് പറയുകയുണ്ടായി. ഏരിയ 51 അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഹിലരി ക്ലിന്റൺ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. താൻ വിജയിക്കുകയാണെങ്കിൽ അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള എല്ലാ രേഖകളും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും എന്നായിരുന്നു അത്. എന്നാൽ ഇത് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഏരിയ 51 മുകളിലൂടെ UFOകൾ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. പല ചിത്രങ്ങളും അവർ പകർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഏലിയൻസിന്റെ പേടകമാണെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടായി കാണും, എന്തുകൊണ്ടാണ് പിന്നെ ഏരിയ 51 ആരെയും കടത്തിവിടാത്തതെന്ന്. ചന്ദ്രനിൽ ഇറങ്ങിയത് സത്യമാണെങ്കിൽ, അവിടെ ഏലിയൻസ് ഒന്നും ഇല്ല എങ്കിൽ പിന്നെ എന്താണ് സാധാരണക്കാരെ അവിടെ കടത്തിവിടാത്തത്? സാധാരണക്കാരെ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിന് പോലും പെർമിഷൻ ഇല്ലാതെ ഏരിയ 51 കടക്കാൻ സാധിക്കുകയില്ല. ഏരിയ 51 സാറ്റലൈറ്റ് ഇമേജ് പോലും ബ്ലർ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായി ആർക്കും അറിയുകയില്ലെങ്കിലും ചില നിഗമനങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു സ്ഥലമാണ് ഏരിയ 51. അമേരിക്കൻ ചാരവിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഏരിയ 51 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഒരിക്കലും പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏരിയ 51 വർക്ക് ചെയ്ത് തിരിച്ചിറങ്ങിയ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുമായി നാഷണൽ ജിയോഗ്രഫി ചാനൽ ഒരു ഇന്റർവ്യൂ നടത്തി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരിൽ 50 വയസ്സിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ വളരെ കുറവാണ് എന്നായിരുന്നു ആ ജീവനക്കാർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ ചാരവിമാനങ്ങൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസുമായുള്ള ഇടപെടലുകളിലും പിന്നെ അതിന്റെ ഇന്ധനം കത്തുമ്പോഴുള്ള പുക ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, വളരെ കൂടിയ അളവിലുള്ള റേഡിയേഷനൊക്കെ കാരണം ഒരുപാട് ആളുകൾ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഇത്രയേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടായിരിക്കാം ഇവിടേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തത്. ഇതൊക്കെ വെറും നിഗമനങ്ങൾ മാത്രമാണ്. ഏരിയ 51 എന്ന നിഗൂഢമായ സ്ഥലത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മൾക്കാർക്കും അറിയില്ല. അവിടെ യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ, അതോ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണോ? എന്നെങ്കിലും ഒരിക്കൽ ഇതിൻ്റെ വസ്തുത പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.